നമസ്കാരം, വിപിൻ സാറാണ്. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വീഡിയോയുടെ പ്രത്യേകത ഒരു 30 ടോപ്പിക്ക് അങ്ങോട്ട് പറയുക ബോട്ടണിയിൽ. ആ 30 ടോപ്പിക്ക് പറഞ്ഞാൽ അത് പഠിച്ചാൽ ബോട്ടണിയിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാം. അപ്പം ആ 30 ടോപ്പിക്ക് എന്താണ്, നമുക്ക് പഠിക്കാനുള്ള 30 ടോപ്പിക്ക് എന്താണെന്നാണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ടത് പഠിക്കുക, പോയി പരീക്ഷയ്ക്ക് എഴുതുക, ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ആദ്യം നമ്മൾ പറയുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള, നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൈക്രോസ്പോറോജെനിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മൈക്രോസ്പോറോജെനിസിസ്. അത് കൃത്യമായിട്ട് പഠിച്ചോണം. അതേപോലെയാണ് റോൾ ഓഫ് ടേപ്റ്റം ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്രെയിൻ വോൾ. ഗ്രെയിൻ വോളിലെ ടേപ്റ്റത്തിൻ്റെ റോള് അതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചോണം. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് ഡയഗ്രാം തരും. ആ ഡയഗ്രാം വെച്ചുകൊണ്ട് നമുക്കത് അടയാളപ്പെടുത്താൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് വേണം പോകാൻ. അതേപോലെ തന്നെയാണ് LS ഓഫ് ഒവ്യൂൾ. ഒവ്യൂളിൻ്റെ LSഉം ഈ രണ്ട് കാര്യങ്ങൾ, സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിനും LS ഓഫ് ഒവ്യൂളും അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പഠനം ഡയഗ്രാം രണ്ടും പഠിച്ചോണം. അതേപോലെ തന്നെയാണ് പോളിനേഷൻ. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് 1 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ പോളിനേഷൻ, ടൈപ്സ് ഓഫ് പോളിനേഷൻ കൃത്യമായിട്ട് നോക്കിക്കോണം. അതേപോലെ ക്ലിസ്റ്റോഗാമസ് ആൻഡ് കാസ്മോഗാമസ് ഫ്ലവേഴ്സ്, അത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ചിലപ്പം സെൽഫ് പോളിനേഷൻ, ക്ലിസ്റ്റോഗാമസിനകത്ത് സെൽഫ് പോളിനേഷൻ മാത്രമാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പം അതെന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും കേട്ടോ. അതേപോലെയാണ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലിയും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ് ഹൈഡ്രോഫിലി. ഈ ഹൈഡ്രോഫിലിക്കകത്ത് വരുമ്പം നമുക്കറിയാം 2 തരത്തിലുള്ള ഹൈഡ്രോഫിലി 2 വിധത്തിലുണ്ട്. എപ്പി ഹൈഡ്രോഫിലിയും അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചോണം. ഹൈപ്പോ ഹൈഡ്രോഫിലിയും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചോണം. അത് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെയാണ് ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലസ് ഫ്ലവേഴ്സ്. അനിമോഫിലസ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചോണം. അതിനേക്കാൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഷുവർ ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഈ ഡബിൾ ഫെർട്ടിലൈസേഷനും ഔട്ട് ബ്രീഡിങ് ഡിവൈസസും മിക്കവാറും കയറി മാറി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ. സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്നുള്ള ഡിഫറൻഷ്യേറ്റ് അല്ല എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതുകൊണ്ട് ഔട്ട് ബ്രീഡിങ് ഡിവൈസസും ഡബിൾ ഫെർട്ടിലൈസേഷനും കയറി മാറി ചോദിക്കുന്ന ചോദ്യമായിട്ട് രണ്ടും യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എൻഡോസ്പെം ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഈ 2 ചോദ്യങ്ങൾ, എൻഡോസ്പെമിൻ്റെ ഡെവലപ്മെൻറ്റും എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം തന്നെ മെയ്സ് സീഡിൻ്റെ LS അതും ഇതേപോലെ പടം തരും, അടയാളപ്പെടുത്താൻ ചോദിക്കും. ഓർത്തോണം, മെയ്സ് സീഡിൻ്റെ സ്ട്രക്ചർ അത് പഠിച്ചോണം. LS ഓഫ് മെയ്സ് സീഡ് അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ നമുക്ക് ചോദിക്കുക ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് അത് രണ്ടും ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ് പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പിയും. അപ്പോൾ ഈ പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പിയും അതേപോലെ ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ട്സും അതും ചോദിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും. ഒരു കാരണവശാലും നമ്മൾ അത് വിടല്ല. പിന്നെ ഒന്ന് നോക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ പോളി എംബ്രിയോണിയാണ്. എന്താണ് പോളി എംബ്രിയോണി എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇത്തരം ഭാഗങ്ങൾ കൃത്യമായിട്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. യാതൊരു എക്സ്ക്യൂസും വേണ്ട, ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കും. അടുത്ത ചാപ്റ്ററിനകത്ത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ നമ്മൾ പരിശോധിക്കുമ്പം പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, അത് പോപ്പുലേഷൻ ഡെൻസിറ്റി, സെക്സ് റേഷ്യോ,
ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ഈ 5 ഫീച്ചേഴ്സ് ഓർമ്മ വേണം. എന്തൊക്കെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണം. ഇതിൻ്റെ പാടുള്ള ഭാഗമൊന്നുമല്ല, അത് കൃത്യമായിട്ട് നോക്കിയാൽ എന്താണ് നാറ്റാലിറ്റി, എന്താണ് മോർട്ടാലിറ്റി, എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, സെക്സ് റേഷ്യോ, അതിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടി പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ നോക്കിയേക്കണം. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടി പ്രാധാന്യത്തോട് നോക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഫ്ലക്ച്വേഷൻ മീൻസ് അത് പോപ്പുലേഷൻ ഗ്രോത്ത്, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുകയാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം, അതായത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം, അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ഉണ്ട്, ലോജിസ്റ്റിക് ഗ്രോത്തും ഉണ്ട്. ഈ 2 എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ലോജിസ്റ്റിക്സ് ഗ്രോത്തും ഈ 2 എണ്ണവും അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ, പ്രത്യേകിച്ച് ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഫോർമുല dN/dt = Rn പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഫോർമുല dN/dt Rn K-1n/k എന്നുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, ആ ഫോർമുലയാണ് രണ്ടിനെ ചോദിക്കുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസിൻ്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെയും ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെയും ഫോർമുല പഠിച്ചു വെച്ചിരിക്കണം. പ്രത്യേകിച്ച് ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഫോർമുല അത് കാണാതെഴുതാനായിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് അതുകൂടി ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കണം. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എക്കോസിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാം. വളരെ കുറച്ച് മാത്രമുള്ള എക്കോസിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചോദിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധയോടെ കൊടുക്കേണ്ട ഒന്ന് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതണം. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം. അതിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ആ പ്രൈമറി പ്രൊഡക്ടിവിറ്റി തന്നെ GPP ഉണ്ട്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കണ്ടെത്താനുള്ളൊരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, GPP - RR. ഇതാണ് NPPയുടെ ഇക്വേഷൻ, അതും പഠിച്ചു വെച്ചേക്കണം. അപ്പം പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിലെ GPP എന്താണെന്നും NPP എന്താണെന്നും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകണം. ഡീകമ്പോസിഷനകത്ത് ചോദിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്സ്, ഡീകമ്പോസിഷനിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്, അതൊന്നും നോക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ എനർജി ഫ്ലോയും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നതാണ് എക്കോളജിക്കൽ പിരമിഡ്സ്. 3 എണ്ണമാണ് കൺസ്ട്രക്ട് ചെയ്യാനായിരിക്കും തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് ഒക്കെ തരും, ബയോമാസിൻ്റെ അളവ് തന്നിട്ട് ആ അളവ് വെച്ചുകൊണ്ട് ചിലപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് അല്ലെങ്കിൽ നമ്പർ എന്ന പിരമിഡ് ഓഫ് എനർജി ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പിരമിഡ് ഓഫ് എനർജി ഒന്നുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിച്ചോണം. കാരണം പിരമിഡ് ഓഫ് എനർജിയിൽ ഇൻവെർട്ടഡ് പിരമിഡ് വരത്തില്ല. അതെപ്പോഴും പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് വൈ എന്നും പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് നോക്കണം. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് വൈ എന്നും പറഞ്ഞായിരിക്കും ചോദ്യം വരുന്നത്. അത് പ്രത്യേക ശ്രദ്ധ കൊടുക്കും. കാരണം അതിനകത്ത് ഇൻവെർട്ടഡ് പിരമിഡ്സ് വരില്ല. കാരണം വളരെ കൂടുതലായിട്ടായിരിക്കും ഇതിൽ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. എനർജി പ്രൊഡ്യൂസറിൽ നിന്ന് ഓരോ കൺസ്യൂമർ ലെവലിലേക്ക് പോകും തോറും എനർജി ലോസ് ഭയങ്കരമായിട്ട് കൂടുക. ഒരിക്കലും അവിടെ ഒരു ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജിക്ക് പ്രത്യേക പരിഗണന നിങ്ങൾ കൊടുത്തോണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നുള്ളത് ഫുഡ് ചെയിനും ഫുഡ് വെബുമാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എക്കോസിസ്റ്റത്തിൽ. ഈ 3 ടോപ്പിക്ക് മാത്രം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഏതൊക്കെ ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം, പിന്നെ എക്കോളജിക്കൽ പിരമിഡ്സ്, ഫുഡ് വെബ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. അപ്പം എക്കോസിസ്റ്റമായി ദെൻ ബയോടെക്നോളജി, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ബയോടെക്നോളജിയുടെ 2 ചാപ്റ്റർ, അതിൽ ആദ്യത്തെ ചാപ്റ്റർ അതിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ആദ്യം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ടൂൾ
ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ വരുന്ന ടൂൾസ് എന്തൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈംസ് അഥവാ ബയോളജിക്കൽ സിസേഴ്സ്. അത് തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്, എക്സോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ H1 ഇതും പഠിച്ചോണം. രണ്ടാമത്തത് പോളിമറൈസ് എൻസൈംസ്. ശ്രദ്ധിച്ചോണം, പോളിമറൈസ് എൻസൈം എന്താണെന്നുള്ളത് നോക്കിയേക്കണം. അതേപോലെ തന്നെ ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നതാണ് മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നതാണ് ലിഗേസസ്, ദെൻ വെക്ടേഴ്സ്. ഈ നാല് കാര്യങ്ങൾ ഹോസ്റ്റ് ഓർഗാനിസം ഉണ്ട് എങ്കിൽ ഈ 4 ഭാഗങ്ങളാണ് നിങ്ങൾ ബയോടെക്നോളജിയുടെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ ടൂൾസിൽ വളരെ പ്രാധാന്യത്തോടെ നോക്കേണ്ട ഈ 4. അതിൽ തന്നെ ഞാൻ എടുത്ത് പറയുന്നു റെസ്ട്രിക്ഷൻ എൻസൈംസും വെക്ടേഴ്സും ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോണം. വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. വെക്ടേഴ്സിൽ തന്നെ പ്ലാസ്മിഡ് വെക്ടേഴ്സ്, ഫേജ് വെക്ടർ, കോസ്മിഡ് വെക്ടർ, ഷട്ടിൽ വെക്ടർ, ട്രാൻസ്പോസൻസ്, PBR322 മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങളത് വിട്ടുകളയാൻ പാടില്ല. PBR322 ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. ദെൻ മറ്റൊന്ന് എന്തൊക്കെയാണ് ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സ്? അത് ഓർമ്മ വേണം, അത് പഠിച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫീച്ചേഴ്സ് ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്, സെലക്റ്റബിൾ മാർക്കറ്, ക്ലോണിംഗ് സൈറ്റ്. ഇത് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ പ്ലാസ്മിഡ് കോൾ E1ൻ്റെ അതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ അഗ്രോബാക്ടീരിയം TI പ്ലാസ്മിഡ് എന്താണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കണം. അഗ്രോബാക്ടീരിയത്തിൻ്റെ TI പ്ലാസ്മിഡ്. ഈ 2 കാര്യങ്ങളും ഒന്ന് നോക്കണം. ദെൻ ഇലക്ട്രോഫോറസിസ് ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു ഭാഗമാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അതിൽ പേജ് 2 ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണം. അതേപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. അത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഐസൊലേഷന്, കട്ടിങ് ഓഫ് DNA, അതുപോലെ ആംപ്ലിഫിക്കേഷൻ, PCR, ഇൻസെർഷൻ ഓഫ് റീകോമ്പിനൻറ്റ്, അതേപോലെ ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്, ദെൻ ഡൗൺ സ്ട്രീം പ്രോസസ്സ്. ഇത്തരം കാര്യങ്ങൾ ആ മേജർ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് യാതൊരു കാരണവശാലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. PCR മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് PCRും നിങ്ങൾ അതിൻ്റെ അകത്തെ 3 സ്റ്റെപ്പുകൾ, PCRിനകത്ത് ഉൾപ്പെടുന്ന 3 സ്റ്റെപ്പുകൾ, ഡീനേച്ചറേഷൻ, പ്രൈമറി അനീലിംഗ്, പ്രൈമറി എക്സ്റ്റൻഷൻ, ഈ 3 സ്റ്റെപ്സുകളും മറക്കാതെ പഠിച്ചിരിക്കുക. അപ്പം PCR മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ അതിനകത്ത് ആ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. ദെൻ ബയോ റിയാക്ടേഴ്സ് അതും ചോദിക്കുന്നതാണ്. സ്റ്റിയറിംഗ് ടൈപ്പ്, അത് പ്രഷർ സൈക്കിള്, ഈ 2 കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ബയോ റിയാക്ടർ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ്, ഒരു ടോപ്പിക്കാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. അതുപോലെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്, ക്ലിനിക്കൽ ട്രയൽ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഈ ഒരു 5 സ്റ്റെപ്പുകൾ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിക്കാതെ പോകരുത്. അത് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ നോക്കേണ്ടത്. 1, 2, 3, 4, 5 ഭാഗങ്ങൾ, 5 ടോപ്പിക്കുകൾ മാത്രമാണ് ബയോടെക്നോളജി നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. അടുത്ത
ചോദിക്കാൻ അടുത്ത ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനകത്ത് രണ്ട് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്തുള്ള മാർഗ്ഗം നിങ്ങൾക്ക് കിട്ടും. ആ 2 ടോപ്പിക്കുകളും കൃത്യമായിട്ട് നോക്കിയേക്കണം. ഒന്ന് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, രണ്ടാമത്തത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും, കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചറിനകത്ത് GM പ്ലാന്റ്സ്, അത് ഗോൾഡൻ റൈസ്, വൈറ്റമിൻ എയുടെ ഗോൾഡൻ റൈസ് മിക്കവാറും ചോദിക്കുന്നതാണ്. അതൊന്ന് ഓർമ്മ വേണം. GM പ്ലാന്റ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് പഠിച്ചിരിക്കണം. അതേപോലെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് നിങ്ങൾ BT കോട്ടനെ ടൈപ്സ്, BT കോട്ടൺ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാസിലസ് തുറിഞ്ചിയൻസിസിൻ്റെ ജീൻ, ക്രൈപ്രോട്ടീൻ്റെ ജീൻ ആഡ് ചെയ്തിട്ടുള്ള BT കോട്ടൺ ഒന്ന് ഓർമ്മ വേണം, പഠിച്ചോണം. ടൈപ്സ് BT ടോക്സിൻ ജീൻസ്, RNA ഇൻ്റർഫറൻസ്, RNA ഇൻ്റർഫറൻസും പഠിച്ചിരിക്കണം അതിനകത്ത്, ആ ഭാഗത്തുള്ള. ഇനി ഒരു ടോപ്പിക്ക് കൂടി, 2 ടോപ്പിക്കിൽ ഒരു ടോപ്പിക്ക് കൂടി, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻസ്. മെഡിസിനകത്ത് ബയോടെക്നോളജി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, അതിൽ ജനറ്റിക് എഞ്ചിനീയർ ഇൻസുലിൻ, എലിയുടെ എങ്ങനെയാണ് ഇൻസുലിൻ പ്രിപ്പയർ ചെയ്തതെന്ന് മിക്കവാറും ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിക്കാറുണ്ട്. അത് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. മറ്റൊന്ന് ജീൻ തെറാപ്പി അറിയാം, ചികിത്സാ രംഗത്ത് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ SCID സ്കിഡ് എന്താണെന്ന് പഠിച്ചോണം, മോളിക്കുലർ ഡയഗ്നോസിസ് എന്താണെന്ന് പഠിച്ചോണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് 2 കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ട്രാൻസ്ജനിക് ആനിമൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ പോലും അതൊന്ന് നോക്കിയേക്കണം. റോസി എന്ന് പറയുന്ന ഒരു കൗ, അതുകൂടെ നോക്കാം. ആ പേര് മാത്രം നോക്കിയാൽ മതി, റോസി, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും മാത്രം 2 ടോപ്പിക്ക് മാത്രമാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. വെറും 30 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ബോട്ടണിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം, ഒരു സംശയവുമില്ല. സുവോളജിയുടെ ഇത്തരത്തിലുള്ള ടിപ്പുമായി എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ വിടാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന ഒരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.